കേരളത്തിൽ ആദ്യമായി ആദിപരാശക്തിയുടെ മാതൃഭാവമായ ശ്രീഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂർ ആണെന്നും അതിനുവേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കേണ്ടി വന്നെന്നും പറയപ്പെടുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന മറ്റു ഭഗവതി ക്ഷേത്രങ്ങൾ ഇവിടെ നിന്നും ദേവിയെ ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്നു പറയപ്പെടുന്നു. ഇക്കാരണത്താൽ കേരളത്തിൽ ഉള്ള മറ്റു ഭഗവതി ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. ഭരണി നാളിൽ ഈ ഭഗവതിമാർ എല്ലാവരും കൊടുങ്ങല്ലൂർ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. ലോകാംബിക എന്ന് അറിയപ്പെടുന്ന കൊടുങ്ങല്ലൂരമ്മ കേരളത്തിന്റെ കാവൽ ദൈവമാണ്. മൂകാംബിക, ബാലാംബിക, കന്യാകുമാരി, ഹേമാംബിക, പാലക്കാട് എന്നിവർ ആണ് മറ്റു 3 ക്ഷേത്രങ്ങൾ. മുഖ്യപ്രതിഷ്ഠ സംഹാരമൂർത്തിയും പരാശക്തിയുടെ ഏറ്റവും ഉഗ്രഭാവവുമായ രുതിര മഹാകാളിയായതിനാൽ നേരിട്ട് ദർശനം പാടില്ലെന്നും അതിനാൽ പടിഞ്ഞാറേ നടയിലെ രഹസ്യ അറയിൽ കറുത്ത തുണി കൊണ്ട് മൂടപ്പെട്ട ഇതിന്റെ ഒരു പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ കാണുന്ന ഭദ്രകാളിയുടെ ദാരുബിംബം. ഇതിനു മുന്നിലായി ശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ശ്രീചക്രദേവതയായ ത്രിപുരസുന്ദരിയുടെ അർച്ചനാബിംബത്തിൽ ആണ് പൂജകൾ സമർപ്പിക്കപ്പെടുന്നത്. 3 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ജഗദീശ്വരിയെ ദുർഗ, ലക്ഷ്മി, സരസ്വതി ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നു. രഹസ്യറയിൽ രുതിര മഹാകാളിയോടൊപ്പം ശ്രീചക്രങ്ങളും ശ്രീദുർഗയിൽ ലയിച്ചു മോക്ഷം നേടിയ കണ്ണകിയുടെ ശരീരാവശിഷ്ടങ്ങളും ഉണ്ടെന്നു പറയപ്പെടുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിൽ തുടങ്ങി മീനമാസത്തിലെ ഭരണി നാളിൽ അവസാനിക്കുന്ന പ്രശസ്തമായ ആഘോഷമാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നറിയപ്പെടുന്നത്. ഭക്തിയുടെ രൗദ്രഭാവം എന്നാണ് കൊടുങ്ങല്ലൂർ ഭരണി വിശേഷിപ്പിക്കപ്പെടുന്നത്. മീനത്തിലെ തിരുവോണം നക്ഷത്രം മുതൽ അശ്വതി നാൾ വരെയാണ് പ്രധാന ചടങ്ങുകൾ നടക്കുന്നത്. ഈ ദിവസങ്ങളിൽ ദർശനം നടത്തുന്നത് ദുരിതമോചനത്തിന് ഉത്തമമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. ഭക്തർക്കുണ്ടാകുന്ന കടുത്ത ആപത്തുകളും രോഗങ്ങളും അമ്മ തടുക്കും എന്നാണ് വിശ്വാസം. ഭരണിക്ക് വന്നു ചേരുന്ന ഭക്തജനങ്ങൾ ക്ഷേത്രാങ്കണത്തിൽ ലൈംഗികച്ചുവയുള്ള ഭക്തിപ്പാട്ടുകൾ പാടുന്ന ഒരു ആചാരം അടുത്തകാലം വരെ നിലനിന്നിരുന്നു. ശാക്തേയ സമ്പ്രദായത്തിലെ പഞ്ചമകാരപൂജയുടെ ഭാഗമായ ലൈംഗിക ആരാധനയായ മൈഥുനത്തിനു പകരമായാണ് ഈ പാട്ട് പാടിയിരുന്നത്. പഞ്ചമകാരങ്ങൾ ആയ മത്സ്യം, മാംസം, മൈഥുനം തുടങ്ങിയവ സമർപ്പിച്ചു ആരാധിച്ചാൽ ആദിശക്തി പ്രസാദിക്കുമെന്നാണ് ശാക്തേയർ വിശ്വസിക്കുന്നത്. പ്രാചീന ഭാരതത്തിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ ലൈംഗികത ഒരു അശ്ലീലം എന്നതിൽ ഉപരിയായി ചില ദൈവിക മാനങ്ങൾ കൊടുത്തിരുന്നതായി കാണാം. മൂലാധാരത്തിൽ തുടങ്ങി സഹസ്രാരചക്രത്തിൽ എത്തുന്ന ലൈംഗിക ഊർജ്ജം മോക്ഷപ്രദമെന്നും പ്രകൃതിയായ ദേവിയിൽ തുടങ്ങി പരമശിവനിൽ ലയിക്കുന്നതാണെന്നും താന്ത്രികർ കരുതുന്നു. ആദ്യകാലത്തു ദ്രാവിഡ ജനത തങ്ങൾ ഉത്പാദിപ്പിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ ഒരു പങ്ക് സമർപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ദുഃഖങ്ങളും പ്രാരാബ്ധങ്ങളും ഭക്തിപ്പാട്ടായി രോഷത്തോടെ പാടി അവരുടെ അമ്മയെ ആരാധിച്ചിരുന്നതായി കരുതുന്നു. ദാരികവീരനെ വധിച്ചു കലിതുള്ളി വരുന്ന ഭദ്രകാളിയുടെ കോപമടക്കാൻ ശിവഗണങ്ങൾ ദേവീസ്തുതികൾ പാടി നൃത്തം ചവിട്ടിയതിന്റെ ഓർമ്മപ്പെടുത്തലാണ് ഈ ഉത്സവം എന്നും നിരപരാധിയായ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ചു മുലപറിച്ചെറിഞ്ഞു സംഹാരരുദ്രയായി മാറി തന്റെ കോപാഗ്നിയാൽ മധുരാനഗരം ദഹിപ്പിച്ച പതിവ്രതയായ വീരനായിക കണ്ണകി മഹാകാളിയേക്കാൾ ഭയങ്കരിയായി കാണപ്പെട്ടുവെന്നും ആ ദേവിയെ ശാന്തയാക്കാനാണെന്നും വിശ്വസിക്കപ്പെടുന്നു. ഭാര്യാദൈവമായ കണ്ണകി സാക്ഷാൽ ഭദ്രകാളിയുടെ തന്നെ ആയിരുന്നുവെന്നു ഐതിഹ്യം പറയുന്നു. തിരുവോണം നാളിൽ വിശ്വകർമ്മജർ പട്ടും താലിയും സമർപ്പിക്കുന്നതിൽ തുടങ്ങി തച്ചോളി വീട്ടുകാരുടെ കോഴിക്കല്ല് മൂടൽ, രേവതി വിളക്ക്, അശ്വതി നാളിലെ തൃച്ചന്ദനചാർത്ത് പൂജ, കാവ് തീണ്ടൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. ബലിക്ക് പകരമാണ് ചുവന്ന പട്ടുകൊണ്ട് കോഴിക്കല്ലു മൂടുന്നത്. ഭദ്രകാളി ദാരികന് മേൽ വിജയം വരിച്ച ദിവസമാണ് രേവതി വിളക്ക്. രേവതി നാളിലെ ദേവീ ദർശനം സർവ്വ ഐശ്വര്യകരമാണ്. അശ്വതി നാളിലെ തൃച്ചന്ദനചാർത്തു പൂജ കഴിഞ്ഞു കൊടുങ്ങല്ലൂർ തമ്പുരാൻ അനുമതി നൽകുന്നതോടെ അശ്വതി കാവ് തീണ്ടൽ തുടങ്ങുന്നു. ഈ സമയത്ത് ചെമ്പട്ടണിഞ്ഞു വാളും ചിലമ്പും ധരിച്ച കോമരക്കൂട്ടങ്ങൾ അൽഡിയാർത്തു ഉറഞ്ഞു തുള്ളുന്നു. ഭക്തർ മുളന്തണ്ടുകൊണ്ട് ക്ഷേത്രത്തിന്റെ ചെമ്പോല തകിടുകളിൽ ആഞ്ഞടിച്ചു പ്രദക്ഷിണം ചെയ്തു നൃത്തം ചെയ്യുന്നു. ഈ സമയത്ത് ക്ഷേത്രം രക്തമയമാകുന്നു എന്നാണ് വിശ്വാസം. കോമരങ്ങൾ ഭഗവതിയുടെ പ്രതീകങ്ങളും ഭക്തർ ശിവഗണങ്ങളും ആണെന്നാണ് വിശ്വാസം. ദേവീപ്രസാദത്തിനായി വാളും ചിലമ്പും സമർപ്പിക്കുക, ചുവന്ന പട്ടുകൊണ്ടു കോഴിക്കല്ലു മൂടൽ, രോഗദുരിതങ്ങളിൽ നിന്നു രക്ഷക്കായി വസൂരിമാലക്ക്, ദാരികന്റെ ഭാര്യ മനോദരി, മഞ്ഞളും കുരുമുളകും അഭിഷേകം, മാറാത്ത ശ്വാസകോശരോഗങ്ങൾ അകലുവാൻ തവിടാട്ടുമുത്തിക്ക്, ചാമുണ്ടാദേവി തവിട് ഒഴിഞ്ഞു ഇടുക, ഇഷ്ടവിവാഹത്തിനും ഉത്തമദാമ്പത്യത്തിനും ദീർഘമംഗല്യത്തിനുമായി പട്ടും താലിയും നടയ്ക്കു വെക്കുക, പഴക്കുലയും കോഴിയും സമർപ്പിക്കുക തുടങ്ങി ധാരാളം വഴിപാടുകളും ഭരണിയോടനുബന്ധിച്ചു നടക്കാറുണ്ട്. ശാക്തേയ പൂജയിൽ അധിഷ്ഠിതമായ ദ്രാവിഡ ആചാരങ്ങളാണ് കൂടുതലും ഇവിടെ കാണപ്പെടുന്നത്.